ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വന്നിട്ട് ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. അതായത് എൻ്റെ ഉമ്മാൻ്റെ കസിൻ സിസ്റ്റർ എൻഗേജ്മെൻറ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ലഞ്ച് ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ രാത്രി അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ പണികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയപ്പോൾ ചെറിയ ക്ലീനിങ്ങും പരിപാടികളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു ലഞ്ചിനുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും ചുമിത്തയും നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് കേട്ടോ. നമ്മൾ പോയ സമയത്ത് ചുമിത്ത റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ റെഡി ആവുന്നത്. അവരൊരു 5 ഒക്കെ ആകുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞത്. അതായത് 4 to 5 അത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും എത്താമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചുമിത്താനെ ഒന്ന് റെഡിയാക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്ത്. ചുമിത്താക്ക് 2 ബ്രദേഴ്സാണ് കേട്ടോ. അപ്പോൾ അവരെ വൈഫ്സാണിത്. അവർ ഈ സ്നാക്സിൻ്റെയും കാര്യങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് റെഡിയായത്. പിന്നെ ചുമിത്താൻ്റെ റൂം ഒന്ന് സെറ്റാക്കി എടുക്കലെല്ലായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ചെറിയൊരു പാർട്ടി ആണെങ്കിൽ പോലും എനിക്കെന്താ പറയുക, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും സെയിം ഒരേ വൈബാണ് കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ. നല്ല രസമാണ് കേട്ടോ. എന്തെങ്കിലും കല്യാണം ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടുക, ഇങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഒക്കെ എന്താ പറയുക അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ ഉമ്മാമയും ഉമ്മാമൻ്റെ ബ്രദറും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുമിത്താൻ്റെ ബ്രദറൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇതാ ഓരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുക. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഫംഗ്ഷനിലാണെങ്കിലും മെയിൻ ഫോട്ടോ എടുക്കൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ താഴേക്ക് ഇറങ്ങി നോക്കുമ്പം ഇന്ന് ജ്യൂസും കാര്യങ്ങളും, അതായത് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണൂർ കോക്ടെയിൽ ഉണ്ടല്ലോ, അതാണ് കേട്ടോ വെൽക്കം ഡ്രിങ്ക്. ഇതാ നമ്മുടെ ഗ്രൂമിൻ്റെ സൈഡിലുള്ള കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു രീതിയിലാണ് എൻഗേജ്മെൻറ്റ്, അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ചുമിത്താൻ്റെ ഫിയാൻസി എന്ന് പറയാമല്ലോ. ഇപ്പോൾ നിക്കാഹ് ആയിട്ടില്ല കേട്ടോ. നിക്കാഹ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. പിന്നെ അവരെ ഫാമിലിയാണ്, അവരെ സൈറ്റിലുള്ള ഫാമിലിയാണ് കേട്ടോ ഇതൊക്കെ. ഇവരുടെ ഉമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയായി. അവർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിന്. അതായത് ചുമിത്ത വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇവർ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ ഓൺ ടൈമിൽ അവർ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും അവർ നമ്മളെപ്പോലെ തന്നെ അവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, പക്ഷേ നല്ല രീതിക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് ഡേ ഇതൊക്കെ പറയുന്നത് ഓരോ പേഴ്സൻ്റെ ലൈഫിലും എന്താ പറയുക അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡേ ആണ്. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ഒരു അസെറ്റ് പോലെ, അല്ലെങ്കിൽ നമ്മൾ അത്രയും വാല്യുബിളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ലൈഫിലെ ഒരു ടേണിംഗ് എന്നൊക്കെ പറയാമല്ലേ. എന്താ പറയുക, നമ്മളൊരു ടൈം വരെ നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഒരു ലൈഫ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ എന്നൊക്കെ പറയാം. എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ നിക്കാഹ് എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. പറ്റുവാണെങ്കിൽ ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് വരും കേട്ടോ. ചുമിത്താൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ ഇതാ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തലശ്ശേരിക്കാർ ഈ ഒരു സൽക്കാരപ്രിയരാണെന്ന് പറയുന്നത് തലശ്ശേരിക്കാരെന്നല്ല, അതായത് മലബാറിലുള്ള എല്ലാ ആളുകളും അതായത് കുറച്ച് ഫുഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റി ഫുഡ് ആക്കുക, അങ്ങനത്തെ എല്ലാം പരിപാടികളുള്ള ടീംസാണല്ലോ ഈ മലബാർ ഏരിയയിലുള്ളത്. അപ്പോൾ നമ്മളിതാ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചുമിത്ത അവരെ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
2 തരം പുഡിങ്ങും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണ് ഇതിട്ടാ. ഇത് ചുമിതാടെ ഫ്രണ്ട് പ്രിപ്പയർ ആക്കി കൊണ്ടുവന്നതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു പുഡിങ്. കുനാഫ ബട്ടർ പുഡിങ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചുമിതാൻ്റെ ബ്രദർ അവരുടെ വൈഫിനെ ഒന്നുകൂടി പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അരങ്ങേറും. ഇത് രണ്ടാമത്തെ ബ്രദറാണ് കേട്ടോ. പിന്നെ ഇതാ ഇളനീർ പുഡിങ്ങും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. സ്നാക്സൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല ഹാപ്പിയാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 6 PM ഒക്കെ ആയപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു. ബൈ.